വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. നിലമ്പൂരിൽ ആര്യാടൻ ഷൗക്കത്ത് ഉപതെരഞ്ഞെടുപ്പ് വിജയം ആവർത്തിക്കുമെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. കേരളത്തിൽ ഐക്യജനാധിപത്യ മുന്നണിയെ ഭരണത്തിലേറ്റാൻ ജനങ്ങൾ തീരുമാനമെടുത്തതായും തങ്ങൾ. LDFന്റെ വികസന തുടർച്ചയ്ക്കുള്ള വിജയ പതാക പാറിക്കുമെന്ന പ്രഖ്യാപനവുമായി LDF നിലമ്പൂർ അസംബ്ലി മണ്ഡലം കൺവെൻഷൻ. മുൻ മന്ത്രിയും മുൻ MP-യുമായ മുതിർന്ന CPIM നേതാവ് TK ഹംസ ഉദ്ഘാടനം ചെയ്തു. ബസും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രക്കാരൻ മരിച്ചു. ചാലിയാർ പഞ്ചായത്തിലെ അകമ്പാടം കണ്ണംകുണ്ട് സ്വദേശി മണി എന്ന രാമനാണ് മരിച്ചത്. അമ്മയോടൊപ്പം കിടന്നുറങ്ങുകയായിരുന്ന 28 ദിവസം മാത്രം പ്രായമുള്ള നവജാത ശിശു മരിച്ചു. ചുങ്കത്ര കുന്നത്ത് പാലക്കൽ നഗറിൽ ശിവൻ അംബുജ ദമ്പതികളുടെ കുഞ്ഞാണ് മരണപ്പെട്ടത്. അമരമ്പലത്ത് വീടിനുള്ളിൽ തീപിടുത്തം. വെങ്ങത്താട്ടിൽ വിനോദിന്റെ വീട്ടിലാണ് തീപിടുത്തം ഉണ്ടായത്. രാവിലെ 10 മണിയോടെയാണ് തീപിടുത്തം ഉണ്ടായത്. വാർത്തകൾ വിശദമായി. നിലമ്പൂരിൽ ആര്യാടൻ ഷൗക്കത്ത് ഉപതെരഞ്ഞെടുപ്പ് വിജയം ആവർത്തിക്കുമെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. കേരളത്തിൽ ഐക്യജനാധിപത്യ മുന്നണിയെ ഭരണത്തിലേറ്റാൻ ജനങ്ങൾ തീരുമാനമെടുത്തതായും തങ്ങൾ പറഞ്ഞു. നിയോജക മണ്ഡലം UDF തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നു. അന്ന് ആ തെരഞ്ഞെടുപ്പിന്റെ കാലത്ത് നമ്മൾ പറഞ്ഞ വിഷയങ്ങൾ, ആ വിഷയങ്ങൾ തന്നെ ഇപ്പോൾ കേരളത്തിലുള്ളത്. അന്ന് ഗവൺമെന്റിന്റെ ഒരുപാട് കുറ്റപത്രങ്ങൾ ജനങ്ങൾ നൽകുകയുണ്ടായി. ഗവൺമെന്റിന്റെ വീഴ്ചകൾ നമ്മൾ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. അവർക്ക് ഇപ്പോഴും നിലനിൽക്കുകയാണ്. അത് തിരുത്തുവാൻ ഗവൺമെന്റ് തയ്യാറായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ തെരഞ്ഞെടുപ്പിൽ അതിന് മുമ്പ് കണ്ട 2-3 ഉപതെരഞ്ഞെടുപ്പുകൾ, ആ ഉപതെരഞ്ഞെടുപ്പുകളിലും കേരളീയ സമൂഹം നടത്തിയിട്ടുള്ള വിജയത്താണ്. മാസങ്ങൾക്ക് മുൻപാണ് നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷത്തിൽ ആര്യാടൻ ഷൗക്കത്ത് വിജയിച്ചത്. കുറഞ്ഞ സമയം കൊണ്ട് നിരവധി വികസന പദ്ധതികൾ അദ്ദേഹം മണ്ഡലത്തിലെത്തിച്ചു. UDF വിജയം കഴിഞ്ഞ 10 വർഷത്തെ നാടിന്റെ വികസന നഷ്ടം വീണ്ടെടുക്കുവാനാണ്. ഇടതുഭരണത്തിൽ എല്ലാ മേഖലകളും പരാജയപ്പെട്ടു. ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിൽ ഉണ്ടായിരുന്ന കേരളത്തിന്റെ മുന്നേറ്റം ഇല്ലാതായി. കൊട്ടിഘോഷിച്ച പരസ്യങ്ങളും PR വർക്കുമല്ലാതെ നാടിന് ഗുണമുള്ള ഒരു പദ്ധതി പോലും മുന്നോട്ട് വയ്ക്കുവാൻ 10 വർഷം അധികാരത്തിലിരുന്നിട്ടും സർക്കാരിന് സാധിച്ചിട്ടില്ല. ഉദ്ഘാടനം നടത്തിയതും പൂർത്തിയായതുമായി ഭൂരിഭാഗം പദ്ധതികളും കഴിഞ്ഞ UDF സർക്കാർ തുടങ്ങിവെച്ചതാണ്. ജനം ഈ ഭരണം അവസാനിപ്പിക്കുവാൻ തീരുമാനിച്ചിട്ടുണ്ട്. സർക്കാരിന്റെ വീഴ്ചകൾ തന്നെയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിലും ഇടതുമുന്നണി പരാജയപ്പെടുവാൻ ഇടയാക്കിയത്. എന്നിട്ടും അത് തിരുത്തുവാൻ സർക്കാർ തയ്യാറായില്ല. സർക്കാർ വീഴ്ചകൾ അതുപോലെ തുടരുകയാണ്. ശക്തമായ മുന്നേറ്റമാണ് UDF നടത്തിക്കൊണ്ടിരിക്കുന്നത്. രാജ്യത്ത് മാതൃകയായ പദ്ധതികൾ UDF കൊണ്ടുവന്നിട്ടുണ്ട്. ഇനിയും കൊണ്ടുവരികയും ചെയ്യും. കേരളത്തെ രക്ഷപ്പെടുത്തുന്നതിനാണ് ഇത്തവണ UDF പരിശ്രമിക്കുന്നതെന്നും വ്യക്തമാക്കി. UDF നിയോജക മണ്ഡലം ചെയർമാൻ CH ഇഖ്ബാൽ അധ്യക്ഷനായി. CPM ബന്ധം ഉപേക്ഷിച്ച് കോൺഗ്രസിലെത്തിയ ലോക്കൽ കമ്മിറ്റി അംഗം സുഭാഷ്, CITU അംഗം നൌഷാദ് മേലകത്ത്, ചന്തക്കുന്നിലെ CPM പ്രവർത്തകൻ ഷബീർ എന്നിവരെ സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് ഷോൾ അണിയിച്ച് സ്വീകരിച്ചു. MP അബ്ദുസമദ് സമദാനി മുഖ്യപ്രഭാഷണം നടത്തി. PV അബ്ദുൽ വഹാബ് MP, ഇസ്മായിൽ മുത്തേടം, UDF കൺവീനർ NA കരീം, VA കരീം, KT കുഞ്ഞാൻ, A ഗോപിനാഥ്, പനായി ജേക്കബ്, അഡ്വക്കേറ്റ് ബാബു മോഹനക്കുറുപ്പ്, ജില്ലാ പഞ്ചായത്ത് അംഗം റിഹാനത്ത് കുറുമാടൻ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബോബി സി മാമ്ര, പാലോളി മെഹബൂബ്, ബാബു തോപ്പിൽ, നഗരസഭാ അധ്യക്ഷ പത്മിനി ഗോപിനാഥ്, തോമസ് ജോർജ്, ജസ്മൽ പുതിയറ, PM സിദിക്കോയ തങ്ങൾ, നാസർ കാങ്കട, കൊമ്മൻ ഷംസുദ്ദീൻ, റഷീദ് വരിക്കോടൻ, അഡ്വക്കേറ്റ് ഷെറി ജോർജ്, കൂമഞ്ചേരി ഷൌക്കത്ത്, ലുഖ്മാൻ എടക്കര, അമീർ പൊറ്റയിൽ തുടങ്ങിയവർ സംസാരിച്ചു.
LDFന്റെ വികസന തുടർച്ചയ്ക്കുള്ള വിജയ പതാക പാറിക്കുമെന്ന പ്രഖ്യാപനവുമായി LDF നിലമ്പൂർ അസംബ്ലി മണ്ഡലം കൺവെൻഷൻ മുൻ മന്ത്രിയും മുൻ MP-യുമായ മുതിർന്ന CPIM നേതാവ് TK ഹംസ ഉദ്ഘാടനം ചെയ്തു. ജനാധിപത്യ മുന്നണി ഭരണം 10 കൊല്ലമായി നീണ്ടു നിൽക്കുന്നു. കേരളത്തിൽ ആദ്യമാണ് 5 കൊല്ലം ഭരിച്ചവർ വീണ്ടും 5 കൊല്ലം വരുന്നത്. അതും 74 സീറ്റുണ്ടായിരുന്ന ഇടതുപക്ഷ മുന്നണി 5 കൊല്ലം കഴിഞ്ഞപ്പോൾ 90 സീറ്റായി. ഇനി 5 കൊല്ലം കൂടി കഴിഞ്ഞിട്ട് 15-ാം കൊല്ലത്തേക്ക് വരികയാണ്. ആ 90 സീറ്റുള്ള 105 സീറ്റായി മാറും. യാതൊരു സംശയം നിങ്ങൾക്ക് വേണ്ട. എന്താണ് കാരണം? നമ്മൾ അത്ഭുതകരമായ മാറ്റം ഈ സംസ്ഥാനത്ത് ഉണ്ടാക്കിയിട്ടില്ല. ഇത് ബുദ്ധിയുള്ളവർ ശാന്തമായി ആലോചിക്കുമ്പോൾ മനസ്സിലാവുമല്ലോ. കഴിഞ്ഞ 10 കൊല്ലത്തിനിടയ്ക്ക് ഏതെങ്കിലും ഒരു ദിവസം ആ രാത്രി 7 മണി മുതൽ 9 മണിന്റെ ഇടയിൽ 1 മണിക്കൂർ കറണ്ട് പോകില്ല, പവർ കട്ട്. ഈ 10 കൊല്ലത്തിനിടയ്ക്ക് ഒരു ദിവസം പവർ കട്ട് ഉണ്ടായോ? CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം PM ബഷീർ അധ്യക്ഷനായി. CPIM സംസ്ഥാന കമ്മിറ്റി അംഗം PK സൈനബ, CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം B മുഹമ്മദ് റസാഖ്, ജനാധിപത്യ കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് MA വിറ്റാജ്, NCPS ബ്ലോക്ക് പ്രസിഡന്റ് പരതൻ നൌഷാദ്, ജോർജ് തോമസ്, സ്കറിയ കിനാത്തോപ്പിൽ, പറാട്ടി കുഞ്ഞാൻ, K രാജ്മോഹൻ, ആലിസ് മാത്യു, CPIM ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ E പത്മാക്ഷൻ, T രവീന്ദ്രൻ, K മോഹനൻ, P ഷബീർ, PV ഹംസ എന്നിവർ സംസാരിച്ചു. LDF സ്ഥാനാർത്ഥി U ഷറഫ് അലി വോട്ട് അഭ്യർത്ഥിച്ചു. തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് 1001 അംഗ LDF മണ്ഡലം കമ്മിറ്റിയെ തിരഞ്ഞെടുത്തു. PM ബഷീർ ചെയർമാനും B മുഹമ്മദ് റസാഖ് ജനറൽ കൺവീനറും E പത്മാക്ഷൻ ട്രഷററുമായ കമ്മിറ്റിയാണ് തെരഞ്ഞെടുത്തത്. ബസും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രക്കാരൻ മരിച്ചു. ചാലിയാർ പഞ്ചായത്തിലെ അകമ്പാടം കണ്ണംകുണ്ട് സ്വദേശി മണി എന്ന രാമനാണ് മരിച്ചത്. ഒപ്പമുണ്ടായിരുന്ന അകമ്പാടം സ്വദേശി മഞ്ഞക്കണ്ടൻ ഉമ്മറിനെ പരിക്കുകളോടെ മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്കും തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്കും മാറ്റി. നിലമ്പൂർ ജ്യോതിപടിയിലാണ് അപകടം. വണ്ടൂർ നടുവത്ത് ഭാഗത്തു നിന്നും നിലമ്പൂർ ബസ് സ്റ്റാൻഡിലേക്ക് വരികയായിരുന്ന മിനി ബസും നിലമ്പൂർ ബസ് സ്റ്റാൻഡ് ഭാഗത്തു നിന്നും ജ്യോതിപടി ഭാഗത്തേക്ക് പോവുകയായിരുന്ന ബൈക്കുമാണ് അപകടത്തിൽപ്പെട്ടത്. മണിയുടെ മൃതദേഹം നിലമ്പൂർ ജില്ലാ ആശുപത്രി മോർച്ചറിയിൽ. അമ്മയോടൊപ്പം കിടന്നുറങ്ങുകയായിരുന്ന 28 ദിവസം മാത്രം പ്രായമുള്ള നവജാത ശിശു മരിച്ചു. ചുങ്കത്ര കുന്നത്തുപാലക്കൽ നഗറിൽ ശിവൻ അംബുജ ദമ്പതികളുടെ കുഞ്ഞാണ് മരണപ്പെട്ടത്. കുഞ്ഞിന്റെ മൂക്കിലൂടെ രക്തം വരുന്നത് കണ്ട് ഉടൻ തന്നെ ചുങ്കത്തറയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അതിനോടകം മരണം സംഭവിച്ചിരുന്നു. എടക്കര പോലീസ് സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി. പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി മൃതദേഹം നിലമ്പൂർ ജില്ലാ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. അമരമ്പലത്ത് വീടിനുള്ളിൽ തീപിടുത്തം. വെങ്ങത്താട്ടിൽ വിനോദിന്റെ വീട്ടിലാണ് തീപിടുത്തമുണ്ടായത്. രാവിലെ 10 മണിയോടെയാണ് തീപിടുത്തം ഉണ്ടായത്. വിനോദിന്റെ വീടിന്റെ അടുക്കള ഭാഗത്തായി പഴയ സാധനങ്ങളും ചകിരിയും സൂക്ഷിക്കുന്ന മുറിയിലാണ് തീ പടർന്നത്. സംഭവ സമയത്ത് വീട്ടിൽ ആളുകൾ ഉണ്ടായിരുന്നില്ല. അയൽവാസികളാണ് തീ ഉയരുന്നത് കണ്ടത്. ഉടനെ ഫയർഫോഴ്സിനെയും പോലീസിനെയും വിവരം അറിയിച്ചു. ഫയർഫോഴ്സ് എത്തിയപ്പോഴേക്കും നാട്ടുകാരും പോലീസും ചേർന്ന് തീ അണച്ചിരുന്നു. ഷോർട്ട് സർക്യൂട്ടാണ് തീ പിടിക്കുവാൻ കാരണം എന്നാണ് നിഗമനം. LDF നിലമ്പൂർ അസംബ്ലി മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് തുറന്നു. നിലമ്പൂർ ഗവൺമെന്റ് UP സ്കൂളിന് മുൻവശം തുറന്ന ഓഫീസ് മുൻ മന്ത്രി TK ഹംസ നാടമുറിച്ച് ഉദ്ഘാടനം ചെയ്തു. 26,000 വോട്ടിന് മുല്ലപ്പള്ളി രാമേന്ദ്രൻ അന്ന് ഞാൻ മുല്ലപ്പള്ളിയുടെ കൂടെ അവിടെയാണ് നമ്മൾ തിരിച്ചു. അതിൻ്റെ ഒരു കാലാവസ്ഥ ശരിയായി പ്രയോഗിച്ചാൽ ഈ പ്രാവശ്യം രക്ഷപ്പെടും. ഇവരിപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 19,000 വോട്ട് അൻവർ പിടിച്ചു. അൻവറിന് എന്തായാലും കോൺഗ്രസ് സ്ഥാനാർത്ഥി അപ്പുറത്ത് നിൽക്കുമ്പോൾ കോൺഗ്രസിലെ ലീഗുകാരെ വോട്ട് കിട്ടുമല്ലോ. ഈ 19,000 വോട്ട് പിടിച്ചത് നമ്മളെ വോട്ടാണ്. അത് തിരിച്ചു പിടിക്കും.
അത് തിരിച്ചു കൊടുത്താൽ 10,000 വോട്ടിന് ജയിക്കും. LDF സ്ഥാനാർത്ഥി യു ഷറഫ് അലി, CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ബി മുഹമ്മദ് റസാഖ്, CPIM ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ഇ പത്മാക്ഷൻ, കെ മോഹനൻ, CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം PM ബഷീർ, പറാട്ടി കുഞ്ഞാൻ, M മുജീബ് റഹ്മാൻ, PV ഹംസ, പരന്തൻ നൌഷാദ്, സ്കറിയാക്കിന തോപ്പിൽ എന്നിവർ പങ്കെടുത്തു. വണ്ടൂർ കൂരിക്കുണ്ടിൽ പെട്രോൾ പമ്പിന് സമീപം പ്രവർത്തിക്കുന്ന ഫ്രൂട്ട്സ് കടയുടെ ഗോഡൌണിന് തീപിടിച്ച് ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടം. കൂരിക്കുണ്ടിലെ ഇന്ത്യൻ പെട്രോൾ പമ്പിന് മുൻപിലുള്ള NM ഫ്രൂട്ട്സ് കടയുടെ ഗോഡൌണിലാണ് തീപിടുത്തമുണ്ടായത്. നിമിഷങ്ങൾക്കുള്ളിൽ ആളിപ്പടർന്നെത്തി ഗോഡൌണിന് സമീപം നിർത്തിയിട്ടിരുന്ന വാഹനങ്ങളിലേക്ക് വ്യാപിക്കുകയായിരുന്നു. ഒരു കാർ, ഗുഡ്സ് വാഹനം, ബൈക്ക് എന്നിവ പൂർണ്ണമായും അഗ്നിക്കിരയായി. പെട്രോൾ പമ്പിന് തൊട്ടടുത്താണ് തീപിടുത്തമുണ്ടായതെന്നത് വലിയ ആശങ്കയ്ക്കിടയാക്കിയെങ്കിലും അഗ്നിരക്ഷാ സേനയുടെയും നാട്ടുകാരുടെയും സംയോജിതമായ ഇടപെടൽ വൻ ദുരന്തം ഒഴിവാക്കി. തിരുവാലിയിൽ നിന്നും സ്ഥലത്തെത്തിയ അഗ്നിരക്ഷാ സേനാംഗങ്ങളാണ് തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കിയത്. തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമായിട്ടില്ല. സംഭവത്തിൽ വ്യാപാരിക്ക് ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടം സംഭവിച്ചതായാണ് പ്രാഥമിക കണക്കുകൾ. നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇലക്ട്രോണിക്സ് മാധ്യമങ്ങളിൽ സ്ഥാനാർത്ഥികളും വ്യക്തികളും നൽകുന്ന തെരഞ്ഞെടുപ്പ് പരസ്യങ്ങൾക്ക് ജില്ലാതല മീഡിയ സർട്ടിഫിക്കേഷൻ ആൻഡ് മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ മുൻകൂർ അംഗീകാരം വാങ്ങണം. മലപ്പുറത്ത് ജില്ലാ കളക്ടർ വിനയ് ഗോയൽ ചെയർമാനും ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ K മുഹമ്മദ് മെമ്പർ സെക്രട്ടറിയുമായി ജില്ലാതല മീഡിയ സർട്ടിഫിക്കേഷൻ ആൻഡ് മോണിറ്ററിംഗ് കമ്മിറ്റി രൂപീകരിച്ചു. സംസ്ഥാന തലത്തിൽ രാഷ്ട്രീയ പാർട്ടികളും സംഘടനകളും നൽകുന്ന ദൃശ്യശ്രവ്യ പരസ്യങ്ങൾക്ക് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ ഓഫീസിലെ മീഡിയ സർട്ടിഫിക്കേഷൻ ആൻഡ് മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ അംഗീകാരവും വാങ്ങണം. TV ചാനലുകൾ, ലോക്കൽ കേബിൾ ചാനലുകൾ, റേഡിയോ, FM, പേപ്പർ, ഇന്റർനെറ്റ്, സോഷ്യൽ മീഡിയ, സിനിമാ തിയേറ്ററുകൾ, പൊതുസ്ഥലങ്ങളിലെ ഓഡിയോ വിഷ്വൽ ഡിസ്പ്ലേ, ബൾക്ക് SMS, ബൾക്ക് വോയിസ് മെസ്സേജ് എന്നിവയിലെ പരസ്യങ്ങൾക്കെല്ലാം പ്രീ സർട്ടിഫിക്കേഷൻ വാങ്ങണം. നിർദ്ദിഷ്ട ഫോമിൽ തയ്യാറാക്കിയ അപേക്ഷയോടൊപ്പം പെൻ ഡ്രൈവിൽ അംഗീകാരം കിട്ടേണ്ട ഉള്ളടക്കത്തിന്റെ 2 പകർപ്പും സാക്ഷ്യപ്പെടുത്തിയ ട്രാൻസ്ക്രിപ്റ്റും സിവിൽ സ്റ്റേഷൻ B3 ബ്ലോക്കിൽ പ്രവർത്തിക്കുന്ന ജില്ലാ ഇൻഫർമേഷൻ ഓഫീസ് മീഡിയ മോണിറ്ററിംഗ് സെല്ലിൽ സമർപ്പിക്കണം. പ്രക്ഷേപണത്തിന് നിശ്ചയിച്ച തീയതിക്ക് 3 ദിവസം മുൻപെങ്കിലും അപേക്ഷ നൽകണം. ജില്ലാതല സമിതി 2 ദിവസത്തിനകം തീരുമാനമെടുക്കണം എന്നാണ് ചട്ടം. തീരുമാനത്തിനെതിരെ സംസ്ഥാനതല കമ്മിറ്റിക്ക് അപ്പീൽ നൽകാം. ഇതുകൂടാതെ തിരഞ്ഞെടുപ്പ് ദിവസവും തലേന്നും ദിനപത്രങ്ങൾ അടക്കമുള്ള അച്ചടി മാധ്യമങ്ങളിൽ നൽകുന്ന പരസ്യങ്ങൾക്കും മീഡിയ സർട്ടിഫിക്കേഷൻ ആൻഡ് മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ മുൻകൂർ അനുമതി വാങ്ങണം. ഇതിനായി പ്രസിദ്ധീകരിക്കുവാൻ ഉദ്ദേശിക്കുന്ന പരസ്യത്തിന്റെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ 2 കോപ്പി സഹിതമാണ് നിർദ്ദിഷ്ട മാതൃകയിലുള്ള അപേക്ഷ നൽകേണ്ടത്. മറ്റു ദിവസങ്ങളിൽ അച്ചടി മാധ്യമങ്ങളിലെ പരസ്യങ്ങൾക്ക് മുൻകൂർ അനുമതി വേണ്ട. ജില്ലാ കളക്ടർ വിനയ് ഗോയലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന MCMC യോഗത്തിൽ ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ K മുഹമ്മദ്, ആകാശവാണി മഞ്ചേരി FM പ്രോഗ്രാം എക്സിക്യൂട്ടീവ് മുനീർ ആമയൂർ, മലപ്പുറം പ്രസ് ക്ലബ് പ്രസിഡന്റ് മഹേഷ് കുമാർ S, സാമൂഹിക മാധ്യമ വിദഗ്ധൻ മുഹമ്മദ് ഷാഫി, അസിസ്റ്റന്റ് ഇൻഫർമേഷൻ ഓഫീസർ അനിഷ എന്നിവർ പങ്കെടുത്തു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.